വാഗ്ദാനം യാഥാർത്ഥ്യത്തിലേക്ക്. കേരളത്തിലെ വാഹന മോഡിഫിക്കേഷന് 18 ഇനങ്ങൾ അനുവദിച്ച് കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഇലക്ഷന് തൊട്ടു മുമ്പ് വാഹന പ്രേമികളെ, യുവാക്കളെ പുളകം കൊള്ളിക്കുന്ന തരത്തിലുള്ള ഒരു വാഗ്ദാനമായിരുന്നു ഇപ്പൊ ഇവിടെ സഫലമായി ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വന്നിരിക്കുന്ന മാറ്റം എന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. നമസ്കാരം. കേരള ജനക്കൂട്ടം വിക്കിത്തക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3-4 ദിവസത്തെ കൊണകൾ ഒന്നിച്ച് കൂട്ടി യോജിച്ച ഒരു വലിയ കൊണ വീഡിയോ ആയിരിക്കും ഇതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് കാത്തിരിക്കാം. അതെ, വാഗ്ദാനം യാഥാർത്ഥ്യത്തിലേക്ക്. വാഹന മോഡിഫിക്കേഷന് 18 ഇനങ്ങൾ അനുവദിച്ച് MVD റിപ്പോർട്ട്. നമുക്ക് കാത്തിരിക്കാം. എന്താണ്? സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, സ്റ്റിയറിംഗ് വീൽ, ക്രോം ഗാർണിഷ്, ഡോർ വൈസേഴ്സ്, മഡ് ഫ്ലാപ്സ്. Oh my god. Dash cam, reverse camera, parking sensors, GPS trackers, Android environment system. വാഹനങ്ങളുടെ നിറം മാറ്റാൻ പ്രത്യേക അനുമതി വാങ്ങണം, RC ബുക്കിൽ രേഖപ്പെടുത്തണം. അയ്യാ, ഇതാൻ്റെ ഒരു തൊലി. ഇതാണോ മാറ്റം? അപ്പൊ ഇത്രയും കാലം ഈ നാട്ടുകാർ ഓടിച്ചോണ്ടിരിക്കുന്നില്ല മോഡിഫിക്കേഷൻ ചെയ്ത വാഹനമാണോ? ഷോറൂമിൽ നിന്ന് അപ്പം മോഡിഫിക്കേഷൻ ചെയ്ത വാഹനമാണോ നമ്മൾ മേടിക്കുന്നത്? ഇതാണ് മോഡിഫിക്കേഷൻ എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ടെമ്പോയ്ക്കകത്ത് വരേണ്ട ഈ സാധനങ്ങള്. സുഹൃത്തുക്കളെ, ഇതൊക്കെ വലിയ കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ബസ്, ടൂറിസ്റ്റ് ബസ്സുകാർക്ക് ഒരു വലിയ മുന്നേറ്റമായിരിക്കും. അവർക്ക് വെള്ളയായിരിക്കണമല്ലോ. അന്നപ്പോ ഈ ഒരു ചിത്രം വരയ്ക്കാൻ പറ്റത്തില്ല, ആകർഷണം ഉണ്ടാവും എന്ന് വെച്ചിട്ട് KSRTC ബസ്സിൽ 50ന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പരസ്യം. ഒരു കാര്യത്തിലുള്ള നമുക്ക് പ്രശ്നം, ഈ വാഹന മോഡിഫിക്കേഷൻ ചെയ്യുന്ന സ്ഥാപനത്തില് ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. ഈ പ്രോഡക്റ്റുകൾ നമ്മൾ കാശ് കൊടുക്കുന്നു, നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കുന്നു, നമ്മൾ വാഹനത്തിൽ വെക്കുന്നു, പണിക്കാരന് കാശ് കൊടുക്കുന്നു, പോകുന്ന വഴിക്ക് നിങ്ങൾ പിടിക്കുന്നു, നമ്മൾ നിങ്ങൾക്ക് കാശ് തരുന്നു, പണിഞ്ഞ് കയറ്റി വെച്ച സാധനം നിങ്ങൾ ഇറക്കുന്നു. ഒരിക്കലും വലിയ എക്സോസ്റ്റില് ആ മനുഷ്യന്റെ ചെവി അടിച്ചു പോകുന്ന സൗണ്ടില് പോകണം വരണം എന്ന് നമുക്കൊരിക്കലും ഇവിടെ പറയാൻ പറ്റത്തില്ല. ആവശ്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ അവർ അനുവദിച്ചിട്ടുമുണ്ട്. അത് ഈ വലിയ ടൂറിസ്റ്റ് ബസ്സിനൊക്കെ ആയിരിക്കും കൂടുതലും അവർക്ക് അത് ഉപകാരപ്പെടുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റേ സ്കേർട്ടൊക്കെ ഇറക്കി അലയൊക്കെ തള്ളിയില്ലെങ്കിൽ സ്പേസർ ഇട്ട് കുറച്ച് തള്ളിച്ച് സൈഡ് സ്കേർട്ടൊക്കെ കയറ്റി എക്സോസ്റ്റ് ഒക്കെ ഫ്രണ്ടിൽ നിന്ന് വേണം എഞ്ചിൻ അടിച്ച് ഹെഡറൊക്കെ അടിച്ച് തീയൊക്കെ വന്ന് ആ പരിപാടി നടക്കുന്നില്ല. ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ആരും കാത്തിരിക്കണ്ട. എന്നാലും മാന്യമായി നമുക്കത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കട വിൽക്കാൻ കിട്ടും കേട്ടോ. അതൊന്നും നിർത്തണം. ഈ കടയിൽ ഇത് മേടിക്കാൻ കിട്ടുമ്പോഴേ നമ്മളെ കൊണ്ട് കാശ് കൊടുത്ത് മേടിക്കുന്നത്. ഇത് കടക്കാർക്ക് നഷ്ടമില്ല, കടക്കാർക്ക് സാധനം സെല്ലാവുന്നുണ്ട്, മേടിച്ചോണ്ട് പോകുന്ന നമുക്ക് നമ്മളെ ക്യാഷ് പോവാം. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം. പൂക്കി സർ, ചോറ് കൊടുത്തതിന് ചരിത്രത്തിൽ ആദ്യമായി ഒരു വന്ധ്യവയോധിനായ കമ്മ്യൂണിസ്റ്റുകാരനെ ഒരു മന്ത്രിക്ക് ചോറ് കൊടുത്തതിന് പുറത്താക്കിയ ഏക പാർട്ടി CPI അല്ലേ സർ? ഗോവിന്ദൻ മാഷ് ഈ സഭയിൽ ഇല്ലാത്തത് ഒരു വലിയ നഷ്ടമാണ് സർ. തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം പറഞ്ഞത് പാവങ്ങളൊന്നൊരു വാക്കിനി മലയാള നിഘണ്ടുവിൽ ഇല്ലെന്നാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അദ്ദേഹം തന്നെ ഇല്ലാണ്ടായി. സാർ, ഇന്നലത്തെ വാർത്ത KT ജലീൽ CPM-ൽ അംഗത്വം എടുത്തു വന്നതാണ്. മോളെ കെട്ടിക്കാറായപ്പോ വീണ്ടും വാപ്പ പുയ്യാപ്പിള ആയതുപോലാണ് സാർ ആ വാർത്ത. സാർ, നയപ്രഖ്യാപനത്തിൽ സ്വർണം കെട്ടവരെ കുറിച്ച് പറഞ്ഞില്ലെന്ന് BJP അംഗം ഇന്നലെ പരിതാപം പറയുന്നത് കേട്ടു. സാർ, നാക്ക് അകത്തേക്ക് ഇട്ടില്ല. അതിനു മുമ്പ് പാലക്കാട്ട് ദേവസ്വം ഭണ്ഡാരം കുത്തി തുറന്നതിന് BJP സ്ഥാനാർത്ഥി പ്രഭാവതി അകത്തായി. സാർ, ഉത്സംബിയാവാഞ്ഞത് ഭാഗ്യം, ഇല്ലെങ്കിൽ അതിന്റെ പേരും വേറൊരു കലാപവും മുതലെടുപ്പും ഉണ്ടായേനെ. സാർ, ഉറക്കത്തിൽ പോലും ശ്വാസം വിടുന്നത് പോലും ദേശീയതയിൽ അധിഷ്ഠിതമായ പാർട്ടി ഭരിക്കുമ്പോൾ ആദ്യമായി ഇന്ത്യയിൽ നീറ്റ് പരീക്ഷ കുളമാക്കി, CBSE കുളമാക്കി. സാർ, എല്ലാ മേഖലയെയും തൊട്ടുണർത്തിക്കൊണ്ടുള്ള വളരെ മനോഹരമായ ചരിത്രത്തിൽ ഇടം പിടിച്ച ഈ നയപ്രഖ്യാപനത്തെ ഞാൻ ഒരിക്കൽ കൂടി പിന്തുണയ്ക്കും. പ്രശ്നമാ
ഇവൻ കേറി വരും, ഇവന് ടാലന്റ് ഉണ്ട്. അവൻ രക്ഷപ്പെടും. അവന്റെ ചേട്ടനൊരുത്തനുണ്ട്, കനാലി വാണം വിട്ട് കിടക്കുന്നൊരുത്തൻ. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവനും രക്ഷപ്പെടും. നെക്സ്റ്റ് தேனி மாவட்டம் பெரியகுளம் சிங்கமுத்தனுடைய மகன் பெரியகுளம். ഹെൽമെറ്റ് ഇട്ട് നിൽക്കുന്ന എന്തിനാ? ഭഗവാനല്ലയോ സഹായിക്കും, ടെൻഷൻ അടിക്കാതിരിക്കല്ലേ. നെക്സ്റ്റ് ദൈവപുത്രനായി തന്നെയാണ് ജനിച്ചത്. ജ്ഞാനസ്നാനം ചെയ്തതിന് ഞാനും ശേഷം ദൈവപുത്രനാണെന്ന് തൊഴട്ട. ദൈവം ഈ പ്രപഞ്ചത്തിൽ ഇപ്പൊ അള്ളാഹു അതായിക്കോട്ടെ, ഞാൻ ദൈവപുത്രനല്ല എന്ന് പറയുന്നില്ല, ബാബാജി ദൈവപുത്രൻ ആയിക്കോട്ടെ, പക്ഷെ എന്തുകൊണ്ട് അത് പണത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. പണത്തിന് എവിടെ ചെയ്തു? എനിക്ക് ദക്ഷിണായിട്ട് മറ്റുള്ള കിട്ടുന്നത് അതെനിക്ക് വേണമെന്നാ പറഞ്ഞാണ്. എനിക്ക് ജീവിക്കണം, എനിക്ക് ആളുകൾക്ക് ദക്ഷിണയായിട്ട് കൊലയാണോ തരുന്നത്? പണമില്ലയോ? ശുശ്രൂഷ ചെയ്യണം, എനിക്ക് എന്താ പറയാ, അവർക്ക് വേണ്ടത് വാങ്ങിക്കൊടുക്കണം. അതിൽ പറഞ്ഞ ദൈവം തരില്ലേ എന്നാണ് ചോദ്യം. യേശുവിന് കൊടുത്ത കൊടുത്തല്ലോ, അതല്ലേ ശിഷ്യന്മാരായിട്ടൊക്കെ ഭക്ഷണമായിട്ട് കൊടുക്കുന്നത്, അല്ലാതെ ചോദിച്ച് ഇത്ര പൈസ. അല്ല, ആളുകൾക്ക് പണം വേണമെങ്കിൽ ദൈവം കമ്മട്ടത്തിൽ, ദൈവത്തിന് കമ്മട്ടില്ല. കമ്മട്ടത്തിന്റെ വ്യവസ്ഥ സർക്കാർ വ്യവസ്ഥയിലാവുന്നത്. അതെന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും ആ കമ്മട്ടത്തിൽ നിന്ന് അടിക്കുന്ന പണം പല രീതിയിൽ എൻ്റെ കയ്യിലേക്ക് വരുന്നു, ഞാൻ അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. പാവം ത്യാഗിയ ത്യാഗിയ. വലുതാണ് ആണെങ്കിൽ നിനക്ക് എന്തോ അവിടെ മുങ്ങാൻകുഴി ഇട്ട് മുങ്ങിത്തപ്പാനാണോ? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ചെറുപഴം കൊണ്ട് വന്നേക്കുക വലുതാണോ എന്ന് ചോദിച്ചോണ്ട്. എനിക്ക് ആ ബീജമാണ് ഏറ്റവും ഇഷ്ടം, ചേച്ചിക്ക് പറ്റിയ ബീജമാണ്. ഓർഡർ ഇട ഇനി നിന്നെയൊക്കെ ഞാൻ ഇവിടുന്ന് എടുത്ത് വലിച്ചു കീറി ഒട്ടിച്ചു വെക്കും. അടയ്ക്ക പോലെയുള്ള കുഞ്ഞു പയ്യം കൊണ്ട് വന്നേക്ക് ഇട്ടിട്ട് വയ്ക്കും പൂറ് വലുതാണെന്ന്. ഓട് നിന്നോടൊക്കെ ഇനി ഇങ്ങനെ പറഞ്ഞാൽ നിനക്കൊക്കെ സമാധാനം ആവത്തുള്ളൂ. തെണ്ടികളെ ആണുങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കുക. നാണോ മാനമില്ലയോ? ഒരു പെണ്ണിന്റെ അടുത്ത് വന്ന് ചോദിക്കുക വലുതാണ്. മതി ചേച്ചി, താങ്ക് യു ചേച്ചി. മാമനേതാ? മാമനെന്താ അവിടെ? ഇതെങ്ങനെടാ എടുത്ത്? ധാവണി കൊടയല്ല പിടിക്കുന്ന, കൊടം പിടിക്കും. പ്രായമുള്ള ആൾക്കാരുടെ ഓരോ കുട്ടി കുറുമ്പുകളല്ലേ, സാരമില്ല. സൂപ്പർ ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് കേൾക്കും. കൊട്ടയ്ക്ക് ഇടി വെട്ടിയതെന്ന് തോന്നുന്നു, എന്തുവെന്നും അറിയത്തില്ല. പയ്യൻ കിടന്ന് ഇളകുന്നു. ഇനി അവൻ ചാടത്തില്ല. അപ്പൊ ഹാപ്പി റമദാൻ ആശംസകൾ. മുസ്ലിങ്ങളല്ലേ ഇന്ത്യൻ മദർ ഭാരത് ഭായ്. ഹാപ്പി റമദാൻ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ बेटी स्वच्छ भारत मेरे प्यारे देशवासी नरेंद्र मोदी की गई. नरेंद्र मोदी उंडा, नरेंद्र मोदी नरेंद्र मोदी किंडी. ബോയ് ഫ്രണ്ട് ടെസ്റ്റ് മാത്രം മതി, ഗേൾ ഫ്രണ്ട് ടെസ്റ്റ് കൂടെ വേണ്ടേ? ഇവൾമാരുടെ
മനസ്സിലിരിക്കുന്നതെന്ന് നമുക്കൊന്നും അറിയണ്ടേ. അങ്ങനെ ആദ്യം തന്നെ പോയത് കാൽവിൻ ക്ലീനിലേക്കാണ്. അവിടെ വെച്ച് എന്റെ കാർഡ് ഡിക്ലൈൻ ആവുന്നതായിട്ട് ഞാൻ അഭിനയിച്ചു. പക്ഷെ പുള്ളിക്കാരിയാണെങ്കിൽ എനിക്ക് 3000 രൂപയുടെ ജട്ടി എനിക്ക് വാങ്ങി തന്നു. ഞാൻ അത് ഒട്ടും എക്സ്പെക്ട് ചെയ്തതേ ഇല്ല. അങ്ങനെ പുള്ളിക്കാരി ഷോപ്പിംഗ് ടെസ്റ്റും പാസ്സായി. ഷോപ്പിംഗ് ടെസ്റ്റ്. ഇൻസ്റ്റഗ്രാമിലെ ചില കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടിരിക്കുമ്പോൾ ഇവൾ എന്നെ കംഫർട്ട് ചെയ്യാനായിട്ട് ഒരു കേക്ക് വാങ്ങിച്ചു തന്നു. കേക്ക് വലിയ ഗുമ്മില്ലായിരുന്നെങ്കിൽ പോലും ഞാൻ ഭയങ്കര ആരെങ്കിലും സുഹൃത്തുക്കൾ ആരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ നിനക്ക് വലിയ വിഷമം വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? എന്നാലും പറഞ്ഞത് എന്തല്ലേ ഹാപ്പിയാണ്. പുള്ളിക്കാരി എനിക്കത് വാങ്ങി തന്നല്ലോ. അത് മാത്രമല്ല പുള്ളിക്കാരി ഫസ്റ്റ് ബൈറ്റ് എനിക്കാണ് തന്നത്. അങ്ങനെ ഫസ്റ്റ് ബൈറ്റ് ടെസ്റ്റും പാസ്സായി. ഫസ്റ്റ് ബൈറ്റ് ടെസ്റ്റാ? പക്ഷെ എന്നിട്ട് പോലും എന്റെ മനസ്സിന് സുഖമില്ലായിരുന്നു. കാരണം കുറെ കമന്റ് ഒക്കെ വായിച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷെ എന്നാൽ പുള്ളിക്കാരി എന്നെ നല്ല രീതിയിൽ കംഫർട്ട് ചെയ്യും, ഭയങ്കര രീതിയിൽ ട്രൈ ആക്കുന്നത്. സോ പുള്ളിക്കാരി കംഫർട്ട് ടെസ്റ്റ് അങ്ങനെ പാസ്സായി. അപ്പൊ നിന്നെ കംഫോർട്ട് ചെയ്യണമെങ്കിൽ നിന്നെ പിടിച്ച് ഉരച്ചാലും തേച്ചാലും റെഡി ആവൂ നീ? വേറെ എവിടെയെങ്കിലും ഉറക്കട്ടെ പൊന്നേ. മതിയടാ, മതി 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 മതി. എന്താടാ? என்னை புரித்து வைத்தாய் மண்ணில் மாண்ட பின்னும் வாழ்ந்திருப்பே ஒரு கள்ளப்பாவை பார். എന്നിട്ട് ஒரு மாலை இரவையில் நேரம் ഓ ആ നെക്സ്റ്റ് அழகான இலையுதிர் காலம் சற்று தொலைவில் அவன் முகம் பார்த்தேன் அங்கே தொலைந்தவன் நானே. சற்று தொலைவில் அவன் முகம் பார்த்தேன் அங்கே தொலைந்தவன் தானே. ഓ തന്തേ. കുഴപ്പമില്ല മോനെ, സൂപ്പർടാ. എങ്ങനെയുണ്ട് കളാമോ? ഫ്ലാഷ് ബാക്ക്. അപ്പൊ ഞങ്ങള് ഒരിക്കാൻ പോവേണ്. ബാ ലിപ്സ്റ്റിക് ഇടാമോ? ലിപ്സ്റ്റിക് നമ്മള അത് അയ്യോ അത് മാറി നമ്മള് കരി വരയ്ക്കാൻ പോവേണ്. ബാ തൈലീനതാണ്. ബാ കുമ്മാളിയുടെ കുമ്മാളി മുടിയുടെ കൈ കുമ്മാളിയുടെ കുമ്മാളി ഇടകുമ്മാളി ഇടകുമ്മാളി ആളിപ്പിയ അമ്മുക്കുട്ടി റമൂത്ത് ആളിപ്പിയ റമ്മുക്കുട്ടി റമൂത്ത്. നീ അടുത്ത കരി വരയ്ക്കാം. ഒരു കാര്യം ഇത് അവസാനം എങ്ങനെയാവും ഇത്? പിന്നെ സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് ബാബേ. വീട്ടുകാർ കാണുന്നതിന് മുമ്പ് കൊണ്ട് കഴിക്കണം. മറ്റ് ചർച്ചാ വിഷയങ്ങളൊന്നുമില്ല. ഉടനെ നമുക്ക് ചർച്ച ചെയ്യാം. മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഉടനെ കേരളത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 3 ദിവസത്തെ മറ്റു ഗുണങ്ങളുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് 3 ദിവസം കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് കേരള ജനക്കൂട്ടം RX 100 ആവും ഞാൻ അവസാനം.